വർക്കല ടൂറിസം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴ മാറി ആഴ്ചകൾ കഴിഞ്ഞിട്ടും ശൗചാലയ മാലിന്യം ഉൾപ്പെടെ റോഡിൽ കെട്ടിക്കിടക്കുന്നു. പ്രദേശവാസികൾ പലതവണ പരാതിപ്പെട്ടിട്ടും നഗരസഭാ അധികൃതർ മൗനം പാലിക്കുകയാണ്. ഇത് ചെറിയ തോടല്ല, വർക്കല കുരക്കണി പുന്നമൂട് റോഡാണ്. മഴ മാറി ആഴ്ചകൾ കഴിഞ്ഞിട്ടും റോഡിലൂടെയുള്ള ശൗചാലയ മാലിന്യ ജലത്തിന്റെ ഒഴുക്ക് തുടരുന്നു. ഇത് സമീപത്തെ വീടുകളിലേക്കും കയറിയതോടെ ദുരിതത്തിലായത് പ്രദേശവാസികളാണ്. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് മൊത്തവും വെള്ളമാണ്. ഞങ്ങൾക്ക് നടന്ന് പോകാൻ പറ്റില്ല. ഞങ്ങളെ കാലും പിറവും അത്രയും ചൊറിയാണ്. ഈ തേരോളത്ത് പിന്നോട്ട് ചന്തയിലെ വെള്ളങ്ങളാണ് ഇവിടെ വന്നിറങ്ങുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു റോഡ് ഉണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഈ വെള്ളം വരുമ്പോഴേ ഞങ്ങൾ അറിയുന്നുള്ളൂ. നല്ല വരുമാനമുള്ള ഒരു റോഡാണിത്. ഇത് ശരിയാക്കൂല. വോട്ട് തന്നാൽ റോഡ് ശരിയാക്കാം. വോട്ടിട്ട് ജയിപ്പിച്ചു ആരെയും കാണുന്നില്ല ഞങ്ങൾ. പ്രധാന ഇട റോഡിന്റെ തകർച്ചയും ഓട നിർമ്മാണത്തിലെ അപാകതയുമാണ് കുരക്കണി ബ്യൂറോമുക്ക് മുതൽ പാപനാശം കുന്നിലേക്കുള്ള റോഡിലെ കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് കാരണം. ഈ വീട്ടിൻ്റെ 4 വയസ്സും വെള്ളമായിരുന്നു. മെമ്പർ എടുത്ത് പറഞ്ഞു മതിൽ കെട്ടി അടയ്ക്കാൻ. മെമ്പർ ശ്രദ്ധിക്കില്ല. നമ്മൾ അങ്ങ് റെയിലാപ്പീസ് തൊട്ട് ചന്തമുക്കുന്ന മൊത്തം വെള്ളം വന്ന് തേരോളം ഉള്ള ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊറ്റ് പൊട്ടി ഒരു ഓട വഴി വന്ന് തിരുവാമ്പാണ്ടിയിലേക്ക് പോകാനുള്ള ഓട അവർ തിരിച്ചിങ്ങോട്ട് വെച്ചിരിക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. മലിനജലം റോഡിലൂടെ ഒഴുകി ശക്തമായി പാപനാശം കുന്നിന്റെ അടിഭാഗത്തിലേക്ക് വീഴുന്നത് കുന്നിടിച്ചിലിനും കാരണമാകുന്നു. വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ എത്തുന്ന പ്രദേശത്തെ റിസോർട്ടുകളിലേക്ക് പോകുന്നതിനുള്ള പാതയുടെ അവസ്ഥയാണിത്. ഇത് ടൂറിസം മേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്നു. വിഷയം പലതവണ നഗരസഭയുടെയും വാർഡ് കൗൺസിലറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വത പരിഹാരത്തിന് നടപടികളില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ജനം, തിരുവനന്തപുരം.